السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. സമാദരണീയരായ പണ്ഡിതന്മാരെ, സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന ജില്ലാ നേതാക്കളെ, ഈ മഹനീയ സദസ്സിൻ സാക്ഷികളാവാൻ എത്തിയിട്ടുള്ള അഭിവന്യരായ ഉമറാക്കളെ, സ്നേഹനിധികളായ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ഈ വൈകുന്നേരം അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽപ്പെട്ട മൺമറഞ്ഞുപോയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയനായ കാര്യദർശി ശൈഖുനൽ മർഹൂം ആലിക്കുട്ടി ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകളെ അനുസ്മരിക്കാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകി. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല മഹാനവറുകളുടെ ഉഖ്റവിയായ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങളൊക്കെയും ന്യൂനതകളില്ലാതെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ജീവിതത്തിന്റെ തിരക്ക് പിടിച്ച ഓട്ടപ്പാച്ചിലിനിടയിൽ, തന്റെ പൊതുപ്രവർത്തനങ്ങൾക്കിടയിൽ വല്ല അപാകതകളും സംഭവിച്ചു പോയെങ്കിൽ ദയാലുവായ കാരുണ്യവാനായ ഗഫൂറും ഗഫാറുമായ പടച്ചതമ്പുരാൻ മഹാനായ നമ്മുടെ ഉസ്താദ് അവർകൾക്ക് വിട്ടു മാപ്പ് ചെയ്തു കൊടുക്കട്ടെ. ആമീൻ എന്ന പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കുറച്ചു കാര്യങ്ങൾ ഉസ്താദുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഈ ലോകത്തിനൊരു സർവനാശമുണ്ടാകുമെന്നും ആ സർവനാശത്തിന്റെ പ്രകടമാവുന്ന പല ലക്ഷണങ്ങളും വന്നു കഴിഞ്ഞുവെന്നും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടുന്ന് തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തി. ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളിലൊന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവ് തന്നെയാണ്. കാരണം ഇനി ഖിയാമത്തിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ ഒരു മുന്നറിയിപ്പുകാരൻ വരില്ല. ഏറ്റവും വലിയ മുന്നറിയിപ്പുകാരനായി അവിടുന്ന് വന്ന് ആ വിവരം നമ്മളെ അറിയിച്ച് കടന്നുപോയി. അവിടുന്ന് ജീവിക്കുന്ന കാലത്ത് ചില അടയാളങ്ങൾ പ്രകടമായി. പരിശുദ്ധ ഖുർആൻ അടക്കം അതിന് സാക്ഷിയായി. ചന്ദ്രൻ രണ്ട് പിളർപ്പായി. മറ്റു പലതും അവിടെ നമ്മൾ കണ്ടു. എന്നാൽ തന്റെ ശേഷം വരാനിരിക്കുന്ന ലോകാവസാനത്തിന്റെ പല അടയാളങ്ങളും അവിടെ എണ്ണിപ്പറഞ്ഞു. ആ കൂട്ടത്തിൽ വളരെ പ്രധാനമായി അവിടെന്ന് പറഞ്ഞ ഒന്ന്, സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള ഹദീസിന്റെ കിതാബുകളിൽ കാണാം, ഇന്ന മിൻ അശറാത്തി സാഅ, നിശ്ചയം ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതത്രേ, അൻയുർഫഅൽ ഇൽമു വയക്സുറൽ ജഹ്ലു, ഇൽമ ഉയർത്തപ്പെടലും അറിവില്ലായ്മ ജഹ്ല് വർദ്ധിക്കലും ഖിയാമത്തിന്റെ അടയാളമാണ്. ഓരോ സാധനത്തിനും നിലനിൽപ്പിനടിസ്ഥാനമായ പല ഘടകങ്ങളും ഉണ്ടാവും. മനുഷ്യന്റെ ജീവന് നിലനിൽപ്പിന്റെ അവിഭാജ്യ ഘടകമാണ് വെള്ളം, വെളിച്ചം, വായു. ഇതൊക്കെ മനുഷ്യജീവന്, അതല്ലെങ്കിൽ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. എന്നാൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇൽമാണ്. ഇസ്ലാമിലുള്ള മെമ്പർഷിപ്പ് കൂടലല്ല, അതല്ലെങ്കിൽ സ്ഥാപനങ്ങൾ വർദ്ധിക്കലല്ല, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കളുടെ വർധനവോ ശോഷണമോ അല്ല. മറിച്ച് പരിശുദ്ധ ദീനിന്റെ ജീവൻ എന്ന് പറയുന്നത് അൽ ഇൽമ്, ഇൽമാണ്. ഹയാത്തുൽ ഇസ്ലാം സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഒരു വചനമാണ്. ഇൽമു ലോകത്ത് നിലനിൽക്കണം, ഇൽമു ഉയർന്നുകൊണ്ടേയിരിക്കുക, ഇൽമും ഉയർന്നു പോവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ലോകം അതിന്റെ സർവനാശത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ്.
എന്നാൽ ഇൽമ ഉയർത്തപ്പെടുക, ജഹ്ല് വർദ്ധിക്കുക എന്നതിന് എന്താണ് വ്യാഖ്യാനം? കിതാബുകളുടെ പ്രിന്റിംഗ് നിർത്തിവെക്കപ്പെടലല്ല, പരിശുദ്ധ ഖുർആന്റെ കോപ്പി കിട്ടാതിരിക്കലല്ല, മറിച്ച് അവിടുന്ന് തന്നെ വിശദീകരിച്ചു തരുന്നു എങ്ങനെയാണ് ഇൽമ ഉയർന്നു പോവുക എന്ന്. ബഹുമാനപ്പെട്ട ദാരിമിയുടെ സുനനിൽ 246-ാമത്തെ ഹദീസായിട്ട് നമ്മൾക്ക് കാണാം. അവിടുന്ന് പറയുന്നു, ഒരിക്കൽ ഖുദുൽ ഇൽമ ഖബ്ല അൻ യദ്ഹബ, നിങ്ങൾ ഇൽമ സ്വീകരിച്ചോളണം. ഖബ്ല അൻ യദ്ഹബ, ഇൽമങ്ങ് പോകും, അതിനു മുമ്പ് ആവശ്യമുള്ളവരൊക്കെ ഇൽമ മുറുകെ പിടിച്ചോളണം. ഖാലു, സ്വഹാബത്ത് പറയുന്നു, ഞങ്ങൾ ചോദിച്ചു, വകൈഫ യദ്ഹബുൽ ഇൽം, എങ്ങനെയാണ് തങ്ങളെ ഇൽമ പോകുക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ എങ്ങനെയാണ് ഇൽമ ഉയർന്നു പോകുക? വഫീനാ കിതാബുല്ലാഹ്, ഞങ്ങളുടെ കയ്യിൽ അല്ലാഹുവിന്റെ കിതാബ് ഉണ്ടാവൂലേ, ഇസ്ലാമിന്റെ മാനിഫെസ്റ്റോ ഞങ്ങളുടെ കയ്യിലില്ലേ, ഹദീസിന്റെ താളുകൾ ഞങ്ങളുടെ അലമാരകളിലില്ലേ, പിന്നെ എങ്ങനെയാണ് ഇൽമ ഉയർന്നു പോവുക എന്ന് ചോദിച്ചപ്പോൾ ഫഗളിബ, അവിടത്തേക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, അവിടുന്ന് ദേഷ്യം പിടിച്ചു. ആ ദേഷ്യപ്പെടൽ തുടർന്ന് പറയുന്നത്, അല്ലാഹു അവന് പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള ഒരു ദേഷ്യമല്ലാതെ അവിടുന്ന് ഒരിക്കലും ദേഷ്യപ്പെടാറില്ല. ആ ദേഷ്യം വളരെ ഗൗരവമേറിയ ഒരു സന്ദേശം ലോകത്തിന് കൈമാറാനായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കിയില്ലേ, നിങ്ങൾക്ക് കാര്യം തിരിഞ്ഞില്ലേ? വളരെ ഗൗരവത്തിൽ അവിടുന്ന് തുടർന്ന് പറഞ്ഞു, അവലം തകുനി തൗറാത്തു വൽ ഇൻജീലു ഫീ ബനി ഇസ്രായീൽ, ഇസ്രായേല്യർ തകർന്നടിഞ്ഞുപോയി. അവരുടെ കയ്യിൽ തൗറാത്തില്ലാഞ്ഞിട്ടായിരുന്നോ? അവരുടെ കയ്യിൽ ഇഞ്ചീലില്ലാഞ്ഞിട്ടായിരുന്നോ? പക്ഷേ ഫലം യുഗ്നിയ അൻഹും ശൈആ, ഒരു പ്രയോജനവും ഉണ്ടായില്ലല്ലോ. ഗ്രന്ഥങ്ങൾ അലമാരകളിൽ വിശ്രമിക്കുന്നത് കൊണ്ട് ഈ സമുദായത്തിന് വലിയ പ്രയോജനമൊന്നുമില്ല. കിതാബുകൾ ഉള്ളതുകൊണ്ട് ദീന് നിലനിന്നോളണമെന്നുമില്ല. മറിച്ച് അവിടെന്ന് പറഞ്ഞു, ഇന്ന ദഹാബൽ ഇൽം, ഇൽമ പോവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അൻ യദ്ഹബ ഹമലതുഹു, ഇൽമിന്റെ വാഹകന്മാരായ പണ്ഡിതന്മാർ പടിയിറങ്ങുക എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാരുടെ മരണത്തെക്കുറിച്ച് നമ്മൾ പറയാറുള്ളത്, സുൽമത്തുല്ലാ യുജ്ബർ, പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വിടവാണത്. നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാരൻ മരിച്ചാൽ ഒരുപക്ഷെ അതിന്റെ പ്രയാസം ഒരു കുടുംബത്തിൽ ഒതുങ്ങി നിൽക്കും. കുറച്ചുകൂടെ പൊതുരംഗത്ത് ഇടപെടുന്ന ആളാണെങ്കിൽ അതൊരു മഹല്ലിൽ ഇടപെട്ടു എന്ന് വരും. അതുമല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ അതിന്റെ അലയൊലികൾ ഉണ്ടായെന്ന് വരും. എന്നാൽ ഒരു ആലിമിന്റെ വിയോഗം അങ്ങനെയല്ല. ഒരു ആലിമ മരിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ലോകത്തിന്റെ മരണം അടുത്തിരിക്കുന്നു എന്നാണ്. ലോകം അതിന്റെ സർവനാശത്തിന്റെ വലിയൊരടയാളം കാണിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് ആലിമിന്റെ മരണം നികത്താനാവാത്ത വിടവാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇൽമ അനുദിനം കുറഞ്ഞുകൊണ്ടേയിരിക്കും. മുത്തഅല്ലിമുകൾ കൂടെ ഈ സദസ്സിന്റെ ഭാഗമായതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ സംസാരിക്കുന്നത്. ഇൽമ കിട്ടുന്നിടത്ത് മുറുകെ പിടിച്ചോളണം. ഇൽമിന്റെ സ്ഥാപനങ്ങൾ പടുത്തുയർത്തപ്പെടണം. ഇൽമിനെ ഉയർന്നു പോകാൻ അനുവദിക്കാത്ത രീതിയിൽ ഇൽമുള്ള ഒരു തലമുറയെ ബാക്കിയാക്കാനുള്ള പ്രക്രിയകൾ ഇവിടെ സദാ നടന്നുകൊണ്ടിരിക്കണം. അതാണ് സആദ നിർവഹിക്കുന്ന ധർമ്മം. അതാണ് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പൊ കാലം കഴിയും തോറും ഇൽമിന്റെ ഗ്രാഫ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. മഹാന്മാരായ പണ്ഡിതന്മാർ, പൂർവികരായ പണ്ഡിതന്മാർ, അവരുടെ അറിവും ഇന്നത്തെ ആലിമീങ്ങളുടെ അറിവും തുലനം ചെയ്യുമ്പോ നമ്മൾക്കത് മനസ്സിലാവും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയനായ അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പണ്ഡിത സംഗമത്തിൽ ക്ലാസ് എടുത്തുകൊണ്ട് മഹാനവർകൾ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്. ഈ കാലത്തെ ആലിമീങ്ങളെ കുറിച്ച് സയ്യിദുൽ ഉലമ പറയാറുള്ളത് തമ്മീസുള്ള ജാഹിലീങ്ങളാണ് നമ്മൾ എന്ന ഒരു പ്രയോഗമാണ്. ഞാൻ അതിനെക്കുറിച്ച് ഏറെ ആലോചിച്ചു. എന്തായിരിക്കും അങ്ങനെ പ്രയോഗിച്ചത്? തമ്മീസുള്ള ജാഹിലീങ്ങൾ എന്ന് പറഞ്ഞാൽ പൂർവീകരായ പണ്ഡിതന്മാരുടെ ഇൽമിനോട് തുലനം ചെയ്യുമ്പോ നമ്മുടെ അറിവിന്റെ തോത് വളരെ വളരെ കുറവാണ്. ഞാൻ ഉദാഹരണമായിട്ട് പറയാം. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, സഹീഹുൽ ബുഖാരി ഓതി പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ ഈ സദസ്സിലുണ്ടാവും. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബഗ്ദാദിൽ വന്ന സന്ദർഭം, ആ ബഗ്ദാദിൽ മഹാനായ ഇമാം ബുഖാരി തങ്ങൾ വന്നപ്പോ ഖദീമ മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ അൽ ബഗ്ദാദ്, ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം,
മഹാനവർകൾ ബഗ്ദാദിൽ വന്നു. ബഗ്ദാദിൽ വന്നപ്പോൾ ഫസമിഅ ബിഹി അസ്ഹാബുൽ ഹദീസ്, അവിടെയുള്ള ഹദീസ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് കേട്ടു. ലോകത്ത് വലിയ മഹത്വമുള്ള മഹാപണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ. താരീഖ് ബഗ്ദാദിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ദഹബി തന്റെ സിയറിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. മുതഅല്ലിമീങ്ങൾക്ക് കൂടുതൽ പഠനത്തിന് വേണ്ടി പരിശോധിക്കാവുന്നതാണ്. അപ്പൊ ബഗ്ദാദിൽ വന്നപ്പോ അവിടെയുള്ള ഹദീസ് പണ്ഡിതന്മാർ ഒരുമിച്ചുകൂടി ഫജ്തമഉ, അവർ ഒരു സ്ഥലത്ത് ഒരുമിച്ചുകൂടി. എന്നിട്ട് വഅമദു ഇലാ മിഅത്തി ഹദീസ്, അവർ 100 ഹദീസ് തിരഞ്ഞെടുത്തു. ഇമാം ബുഖാരി തങ്ങളുടെ അറിവൊന്ന് പരിശോധിക്കാൻ വേണ്ടി. ഇയാള് വലിയ ആലിമാണ്, ഹദീസിൽ വലിയ അവഗാഹമുള്ള പണ്ഡിതനാണെന്ന് ലോകത്തറിയപ്പെടുന്ന ആളാണ്. മഹാനവർകളുടെ ഇൽമിന്റെ തോതൊന്നളക്കാൻ വേണ്ടി അവർ 100 ഹദീസ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഫഖലബു മുതൂനഹാ വഅസാനീദഹാ, ആ ഹദീസുകളുടെ മത്നും സനദും തമ്മിൽ അവർ കൂട്ടിക്കുഴച്ചു. വജഅലു മത്ന ഹാദൽ ഹദീസ് ഹാദാ വഇസ്നാദ ഹാദൽ മത്നി ഹാദാ, ഒരു ഹദീസിന്റെ മത്ന് മറ്റൊരു ഹദീസിന്റെ സനദിനോട് ചേർത്തു, വേറൊരു ഹദീസിന്റെ സനദ് മറ്റൊരു ഹദീസിന്റെ മത്നിനോട് ചേർത്തു. ആകെ കൂട്ടിക്കുഴച്ചു 100 ഹദീസുകൾ. എന്നിട്ട് അവർ ഇമാം ബുഖാരി തങ്ങളെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി. ആ സ്ഥലത്ത് മഹാനായ ഇമാം ബുഖാരി തങ്ങൾ വന്നപ്പോ 10 പണ്ഡിതന്മാരെ അവർ തെരഞ്ഞെടുത്തു. 10 പണ്ഡിതന്മാരെ തെരഞ്ഞെടുത്തിട്ട് വദഫഉ ഇലാ കുല്ലി വാഹിദിൻ 10 അഹാദീസ, 10 വീതം ഹദീസുകൾ 10 പണ്ഡിതന്മാരുടെ കൈകളിലേക്ക് കൊടുത്തു. ആ 10 പണ്ഡിതന്മാർ മഹാനായ ഇമാം ബുഖാരി തങ്ങളുടെ മുന്നിൽ ആ ഹദീസ് വായിച്ചു. ഇതേപോലെ വലിയ സദസ്സ് ബഗ്ദാദിൽ 20,000-ഓളം ആളുകൾ പങ്കെടുത്തു എന്നൊക്കെയാണ് ചരിത്ര രേഖകളിൽ കാണുന്നത്. മഹാനവർകളുടെ സദസ്സിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. ഇമാം ബുഖാരി തങ്ങളുടെ മുന്നിലേക്ക് ഒരാൾ എണീറ്റു നിന്ന് ഒന്നാമത്തെ ഹദീസ് വായിച്ചു. ഈ ഹദീസിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? ഇമാം ബുഖാരി തങ്ങൾ വിനയാന്വിതനായി തലതാഴ്ത്തിയിരുന്നു. ഒന്നാമത്തെ ഹദീസ് വായിച്ചപ്പോൾ ഫഖാൽ, മഹാനവർകൾ പറഞ്ഞു, ലാ അഅരിഫു, എനിക്ക് ആ ഹദീസ് അറിയില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഹദീസ് വായിച്ചു. രണ്ടാമത്തെ ഹദീസ് വായിച്ചപ്പോഴും മഹാനവർകൾ പറഞ്ഞു, ലാ അഅരിഫുഹു, ആ ഹദീസിനെ കുറിച്ച് എനിക്കറിവില്ല എന്ന് പറഞ്ഞു. വലിയ ഒരു ആലിമായ മനുഷ്യൻ, അയാൾക്ക് ആ ഹദീസിനെ കുറിച്ച് അറിവില്ല എന്ന് സാധാരണക്കാരായ ആളുകൾ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവർ പരസ്പരം അടക്കം പറയാൻ തുടങ്ങി. ഇയാൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷെ പണ്ഡിതന്മാർ ഫകാനൽ ഫുഖഹാഉ യൽതഫിതു ബഅദുഹും ഇലാ ബഅദ്, ആലിമീങ്ങൾ ചിലർ ചിലരിലേക്ക് നോക്കി. അവർ അടക്കം പറഞ്ഞു, അർറജുലു ഫഹിമ, ആൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇമാം ബുഖാരി തങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. അയാളുടെ 10 ഹദീസ് വായിച്ചപ്പോഴും മഹാനവർകൾ ഒരേ മറുപടി, ലാ അഅരിഫു, എനിക്ക് ആ ഹദീസ് അറിയില്ല. 10 ആളുകളും 100 ഹദീസ് വായിച്ചു. 100 ഹദീസ് കേട്ടിട്ടും മഹാനവർകൾ ഒരൊറ്റ മറുപടി, എനിക്കറിയില്ല, നിങ്ങൾ വായിച്ച ഹദീസ് എനിക്കറിയില്ല. 100 ഹദീസിന്റെ പ്രസന്റേഷൻ കഴിഞ്ഞപ്പോ പതുക്കെ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്നു. മഹാനവർകൾ എണീറ്റ് നിന്നിട്ട് ഇൽതഫത ഇലൽ അവ്വലി മിൻഹും, അവരിൽ ആദ്യം ഹദീസ് വായിച്ച പണ്ഡിതനിലേക്ക് തിരിഞ്ഞു നിന്നു. ഫഖാൽ, മഹാനവർകൾ പറഞ്ഞു, അമ്മാ ഹദീസുകൽ അവ്വൽ ഫകദാ വകദാ, നിങ്ങൾ വായിച്ച ഒന്നാമത്തെ ഹദീസില്ലേ, ആ ഹദീസ് അങ്ങനെയല്ല. ഫകദാ വകദാ, അത് ഇന്നതുപോലെയാണ്. രണ്ടാമത്തത് ഇന്നതുപോലെയാണ്. മൂന്നാമത്തത് ഇന്നതുപോലെയാണ്. തന്റെ മെമ്മറിയിൽ നിന്ന് 100 ഹദീസുകളും അങ്ങ് വായിച്ചപ്പോൾ സദസ്സ് തക്ബീർ കൊണ്ട് മുഖരിതമായി എന്ന് ചരിത്രത്തിൽ കാണാം. അവരായിരുന്നു മഹാരഥന്മാരായ പൂർവീകരായ ഹദീസ് പണ്ഡിതന്മാർ, വലിയ അവഗാഹമുള്ള മഹാന്മാർ. നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, പണ്ഡിതന്മാരെയാണല്ലോ നമ്മൾ അനുസ്മരിക്കുന്നത്. ഇമാമും മദ്ഹബിന്റെ ഇമാമുകളെന്നൊക്കെ പറയുമ്പോ അവരൊരു ചെറിയ പണ്ഡിതന്മാരാണെന്ന് തോന്നുന്നവരുണ്ടാവും ചിലപ്പോ. മഹാനവർകൾ തന്നെ കുറിച്ച് തന്നെ പറയുന്നു, ഹഫിൽതുൽ ഖുർആന വഅന ഇബ്നു 7 സിനീൻ, ഞാൻ പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കുമ്പോൾ എനിക്ക് വയസ്സ് 7 വയസ്സിൽ മഹാനവർകൾക്ക് ഖുർആൻ ഹിഫ്ളാണ്. വഹഫിൽതുൽ മുവത്തഅ വഅന ഇബ്നു 10 സിനീൻ,
ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുൽ മുവത്ത, ആ കിതാബുൽ മുവത്ത ഹിഫ്ളാക്കുമ്പോ എനിക്ക് 10 വയസ്സാണ്. 10 വയസ്സുള്ള ഒരു ചെറിയ മോന് വലിയ ഹദീസ് കിതാബ് ഹിഫ്ളാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ മദീനയിലേക്ക് ഷാഫി ഇമാം ഓതാൻ വേണ്ടി പോകുന്ന ഒരു സന്ദർഭമുണ്ട്. ഇമാം മാലിക് തങ്ങളോട് പറഞ്ഞു, അങ്ങയുടെ ശിഷ്യനാവണം, അങ്ങയുടെ മുന്നിൽ എനിക്കൊന്ന് ഓതിത്തരണം, അതിനു വേണ്ടിയാണ് ഞാൻ വന്നത്. നമ്മളൊക്കെ പള്ളി ദർസിൽ ഓതി പഠിച്ചവരാണ്. ആദ്യം ഓതാൻ പോകുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ഓതിക്കൊടുക്കാൻ 2ാം മുദരിസും 3ാം മുദരിസും ചിലപ്പോ 4ാം മുദരിസും ഒക്കെ ഉണ്ടാവും. അവരാണ് പുതുതായി വരുന്ന കുട്ടികൾക്ക് ഓതിക്കൊടുക്കുക. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉഹ്ദുർ മൻ യഖറഉ ലക്, മോൻ ഓതിത്തരാൻ പറ്റുന്ന ഒരാളെ കണ്ടുപിടിച്ചോ, അവരുടെ അടുത്ത് ഓതി തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. മഹാനവർകൾ പറഞ്ഞു, ഫഖുൽതു, മഹാൻ പറയാൻ ഞാൻ പറഞ്ഞു, ഉസ്താദേ അന ഖാരിയുൻ, ഞാൻ തന്നെ ഓതാൻ അറിയുന്ന ആളാണ്, ഞാൻ ഉസ്താദിന്റെ മുന്നിൽ ഒന്ന് ഓതിത്തന്ന് ഉസ്താദിന്റെ പൊരുത്തവും ശിഷ്യത്വവും സ്വീകരിക്കാൻ വന്നതാണ്. ഉസ്താദ് പറഞ്ഞു, ഇഖ്റ, എന്നാ മോൻ വായിക്ക്, മോനോത്. ഫഖറഉതുൽ മുവത്ത ഹിഫ്ളൻ, ഷാഫി ഇമാം പറയുന്നു, ഞാൻ കിതാബുൽ മുവത്ത ഹൃദയത്തിൽ നിന്ന് കാണാപ്പാഠമങ്ങ് വായിച്ചു. കാണാപ്പാഠമങ്ങ് ചൊല്ലിയപ്പോൾ അന്നെന്റെ ഉസ്താദ് തന്ന പൊരുത്തമാണ്, ഇയകു അഹദുൻ യുഫ്ലിഹ് ഫഹാദൽ ഗുലാം, ആരെങ്കിലും വിജയിക്കുമെങ്കിൽ ഈ മോൻ വിജയിച്ചിരിക്കുമെന്ന് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ആ മോനാണ് ഇമാമുന മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു. അപ്പൊ ആ കാലത്തെ മഹാരഥന്മാരായ പൂർവിക പണ്ഡിതന്മാർ, അവരും ഈ കാലത്തുള്ള പണ്ഡിതന്മാരും തമ്മിൽ തുലനം ചെയ്യുമ്പോ വലിയ വ്യത്യാസം, അത് ഓരോ ദിവസം കഴിയും തോറും അങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, പുത്തൻവാദികളായ ആളുകളൊക്കെ ചിലപ്പോ മദ്ഹബ് വേണ്ട, മദ്ഹബിൽ എന്തിരിക്കുന്നു, ഞങ്ങൾ ഖുർആൻ നോക്കും, ഞങ്ങൾ ഹദീസ് നോക്കും, അങ്ങനെ ജീവിച്ചോളും എന്നൊക്കെ പറയാറുണ്ട്. സാധാരണക്കാരന്റെ സദസ്സിലുണ്ടല്ലോ, നമ്മളെപ്പോലുള്ളവർ മനസ്സിലാക്കേണ്ടത്, ഈ മദ്ഹബ് ക്രോഡീകരിച്ച ഇമാമിങ്ങളൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അവരൊക്കെ ആരാന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ മകനാണ് അബ്ദുല്ലാഹ് ഇബ്നു അഹ്മദ് ഇബ്നു ഹംബൽ. ആ അബ്ദുല്ലാ ഒരിക്കൽ ആ കാലഘട്ടത്തിലെ വലിയ ജ്ഞാനിയായ അബൂ സുർഅയെ കാണാൻ വേണ്ടി പോയി. അബൂ സുർഅ അബ്ദുല്ലാനോട് പറഞ്ഞു, മോനെ അബൂഖ്, നിന്റെ വാപ്പ അഥവാ അഹ്മദ് ഇബ്നു ഹംബൽ യഹ്ഫളു അൽഫ് ഹദീസ്, 1000 ഇൻടു 1000 10 ലക്ഷം ഹദീസ് മനപ്പാടമുണ്ട് മോനെ നിന്റെ വാപ്പാക്ക്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള മഹാപണ്ഡിതനായിരുന്നു മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അപ്പോ ഓരോ കാലത്തെ ആലിമീങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ലോകത്തിന് നഷ്ടമാവുന്നത് ഒരുപാട് അറിവുകളാണ്. ആ അറിവ് ഉയർത്തപ്പെടുക എന്നത് ഖിയാമത്തിന്റെ അടയാളമാണ്. അവസാനത്തോടടുക്കുമ്പോ ഇനിയും കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ സ്വഹീഹുൽ അബൂ ദാവൂദ് തങ്ങൾ ഉദ്ധരിക്കുന്നത് കാണാം, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്നു, ഹത്താ ഇദാ ലം യുബ്ഖി ആലിമൻ, ഒരാലിമും ബാക്കിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് ലോകത്തിന്റെ ഘടന മാറും. ആലിമീങ്ങൾ ഉണ്ടാവൂല. അങ്ങനെ വരുമ്പോൾ ഇത്തഖദന്നാസു റൂസൻ ജുഹാല, പടുവിഡ്ഢികളായ വിവരമില്ലാത്ത ആളുകളെ പിടിച്ച് നേതാവാക്കും. അവരായിരിക്കും നാടിന്റെ നേതൃസ്ഥാനത്തുണ്ടാവുക. ആലിമീങ്ങൾ ഇല്ലാതാവുമ്പോ തമ്മിൽ ഭേദം ഇന്നവനാണെന്ന് കരുതിയിട്ട് അത്തരം ആളുകളെ പിടിച്ച് നേതാവാക്കും. ഫസുഇലു, അവരോട് ജനങ്ങൾ പോയി മസല ചോദിക്കും, കാരണം ജനങ്ങൾക്കറിയില്ലല്ലോ. അങ്ങനെ ചോദിക്കുമ്പോൾ ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ, അറിവില്ലാതെ അവർ ഫത്വ നൽകും. അവർക്ക് തോന്നിയതുപോലെ ദീനിന്റെ നിയമങ്ങൾ പറയും. ഫളല്ലു വഅളല്ലു, അവർ പിഴച്ചു എന്ന് മാത്രമല്ല, അവർ പിഴപ്പിക്കുകയും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിവരമില്ലാത്തവർ നേതൃസ്ഥാനത്ത് വരുന്നത് അതീവ ഗൗരവത്തോടെ മനസ്സിലാക്കപ്പെടേണ്ട വിഷയമാണ്. അപ്പൊ വിവരമുള്ള ആളുകൾക്ക് വലിയ ബഹുമാനമുണ്ട്. അവസാനം എത്തി എവിടെ എത്തുമെന്ന് ചോദിച്ചാൽ അബൂ ദാവൂദ് തങ്ങളുടെ സുനനിലെ 581-ാമത്തെ ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ തിരുദൂതർ പറയുന്നു, ഇന്ന മിൻ അശറാത്തിസ് സാഅ, നിശ്ചയം ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അയ്യതദാഫഅ അഹ്ലുൽ മസ്ജിദ്, പള്ളിയുടെ അഹ്ലുകാർ വട്ടം കറങ്ങി നടക്കുക. ജമാഅത്തിന്റെ സമയമായി, ഇഖാമത്ത് വിളിച്ചു, നീ നിൽക്ക്, അവൻ നിൽക്ക്, നിൽക്കാൻ ആളില്ലാത്ത ഒരവസ്ഥ വരും. എത്രത്തോളം ലാ യജിദൂന ഇമാമൻ യുസല്ലി ബിഹിം, അവർക്ക് മുന്നിൽ നിന്നുകൊണ്ട് 4 ആളുകൾക്ക് ഫാത്തിഹ ഓതാൻ യോഗ്യതയില്ലാത്ത ആളുകളായി
ജനങ്ങൾ മാറുന്ന അവസ്ഥ വരും. ഇൽമ് അങ്ങനെ ഉയർന്നു പോകുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലക്ക് വലിയ ഒരു ഇൽമിന്റെ കേന്ദ്രമായിരുന്ന മഹാനായ ശൈഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിരിക്കുകയാണ്. എന്തിനാണ് നമ്മൾ ഉസ്താദിനെ അനുസ്മരിക്കുന്നത്? ആലിമീങ്ങൾ അനുസ്മരിക്കുന്നത് എന്തിനാണ്? അത് പരിശുദ്ധ ഖുർആനിന്റെ ശൈലിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. പൂർവികരായ അമ്പിയാക്കളെ മാത്രമല്ല ഖുർആൻ പരാമർശിച്ചത്. ലുഖ്മാനുൽ ഹകീം തങ്ങളെ പോലെയുള്ള തത്വജ്ഞാനികളെ, മറിയം ബീവിയെ പോലെയുള്ള മഹദികളെ പറയാൻ ഖുർആൻ എത്ര സ്ഥലമാണ് ഉപയോഗപ്പെടുത്തിയത്. അങ്ങനെ മഹാന്മാരെ അനുസ്മരിക്കുക എന്നത് ഖുർആനിക ശൈലിയാണ്. മൺമറഞ്ഞു പോയ ചെറിയ കുഞ്ഞുമക്കളെ പോലും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അവരുടെ നന്മകൾ പഠിക്കണം. ഉദ്കുറു മഹാസിന മൗതാക്കും, നിങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ സുഹൃതങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾക്ക് ഉസ്താദിലേക്ക് വരാം. വലിയ തൗഫീഖ് ലഭിച്ച ഒരു പണ്ഡിതനായിരുന്നു മഹാനായ ആലിക്കുട്ടി ഉസ്താദ്. സംഭവ ബഹുലമായ ഒരു പുരുഷായുസ്. നമ്മൾ ചിലരെ കുറിച്ച് പറയാറുണ്ട്, കുട്ടിക്കാലം എന്ന് പറയുന്ന ഒന്നില്ലാതെ പോയ ആളുകൾ. നമ്മളൊക്കെ കുട്ടിക്കാലം ആസ്വദിച്ചവരാണ്. ഒരു 10-15 വയസ്സ് വരെ നമ്മളോട് വലിയ കീർത്തനങ്ങളൊന്നുമില്ല. പാടത്തും പറമ്പത്തും ഗ്രൗണ്ടിലും പള്ളിമുറ്റത്തും മദ്രസയുടെ വരാന്തയിലുമൊക്കെ ഓടിച്ചാടി കളിച്ചവരാണ് നമ്മൾ. പുഴയിൽ ചാടിയവരാണ് നമ്മൾ. ഒട്ടനവധി വികൃതികൾ കാണിച്ചവരാണ് നമ്മൾ. എന്നാൽ ആ കുട്ടിക്കാലം പോലും ഇല്ലാതെ വലിയ ധർമ്മം ഏറ്റെടുത്ത ചില ആളുകൾ ചരിത്രത്തിൽ ഉണ്ടാവാറുണ്ട്. അത്തരം ആളുകളിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ്. മഹാനവറുകളുടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മഹാനായ ഇമാമുന ഷാഫി തങ്ങളെ കുറിച്ച്. കുട്ടിക്കാലമില്ലാതെ പോകുന്ന ചില ആളുകളുടെ ഒരു പിന്തുടർച്ച നമ്മൾ ഇവിടെ കാണുന്നു. 7-ാം വയസ്സിൽ ഞാൻ പറഞ്ഞു ഖുർആൻ ഹിഫ്ളാണ്. 10-ാം വയസ്സിൽ കിതാബുൽ മുവത്ത ഹിഫ്ളാണ്. 15-ാം വയസ്സിൽ ഫത്വ നൽകുന്ന മഹാപണ്ഡിതനായിരുന്നു മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു. ആലിക്കുട്ടി ഉസ്താദിന്റെ മതപഠനം തുടങ്ങുന്നത് തന്റെ പിതാമഹൻ കുന്നത്ത് ആലി ഹാജിയുടെ ഓത്തുപുരയിൽ വെച്ചുകൊണ്ടാണ്. ഉപ്പാപ്പാന്റെ അടുത്തു നിന്നാണ് മഹാനവർകൾ ആദ്യം പഠനം ആരംഭിക്കുന്നത്. 7-ാം വയസ്സായപ്പോൾ, 7-ാം വയസ്സെന്ന് പറഞ്ഞാൽ 2-ാം ക്ലാസ്സിലോ 3-ാം ക്ലാസ്സിലോ എത്തുന്ന ഒരു പ്രായമാണ് ഇന്നത്തെ. ആ 7-ാം വയസ്സിൽ മഹാനായ ഉസ്താദ് അവർകൾ ഇരുമ്പുഴി ദർസിലെ മുതഅല്ലിമാണ്. 4 വർഷം ഉസ്താദ് അവിടെ ഓതിപ്പടിച്ചു. അത് കഴിഞ്ഞ് പുത്തനങ്ങാടി ദർസിലേക്ക് പോയി. അവിടുന്ന് അരിപ്പറയിലും പടിഞ്ഞാറ്റുമുറിയിലും മഹാനവർകൾ ദർസ് പഠനം പൂർത്തിയാക്കി. 7-ാം വയസ്സ് മുതൽ തുടങ്ങുകയാണ് മഹാനവർകളുടെ പഠനാരംഭം. തന്റെ നാട് വിട്ടുകൊണ്ടുള്ള പഠനം അത് പൂർത്തിയാക്കി 1964 മഹാനവർകൾ പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ വരുന്നു. 1968 മഹാനവർകൾ അവിടെ വെച്ചുകൊണ്ട് ഫൈളി ബിരുദം കരസ്ഥമാക്കുന്നു. 23-ാമത്തെ വയസ്സിൽ മഹാനവർകൾ ഫൈളി ബിരുദം കരസ്ഥമാക്കി. 23-ാമത്തെ വയസ്സിൽ. അതിനിടയിൽ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, പ്രഗൽഭരായ ഉസ്താദുമാർ, മഹാനായ ശൈഖുന ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ ശൈഖുന കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർഖദ, മഹാനായ കെ.സി. ജമാലുദ്ദീൻ മുസ്ലിയാർ നവറല്ലാഹു മർഖദ തുടങ്ങിയ മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ശിഷ്യത്വം. എല്ലാ ഉസ്താദുമാരെയും ഞാൻ പരാമർശിക്കുന്നില്ല. അപ്പോ മഹാനവർകളുടെ ജീവിതം അങ്ങനെ പോകുന്നു. 23-ാം വയസ്സിൽ മഹാനവർകൾ പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ നിന്ന് ഫൈസി ബിരുദം കരസ്ഥമാക്കുന്നു. ഇതിനിടയിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, 16-ാം വയസ്സിൽ തിരൂർക്കാട് മഹല്ലിന്റെ ഖതീബാണ്. തിരൂർക്കാട് മഹല്ലിന്റെ മിമ്പറിലേക്ക് താടിയും മീശയും മുളക്കാത്ത ഒരു ബാല്യക്കാരൻ കയറിപ്പോകുമ്പോ ആ ബാല്യക്കാരന് വാളെടുത്തു കൊടുക്കുന്നത് തന്റെ പ്രിയപ്പെട്ട പിതാവ് അവിടുത്തെ മുഅദ്ദിനായ മൂസമല്ലാക്കയാണ്. ബാപ്പാന്റെ കയ്യിൽ നിന്ന് വാള് വാങ്ങിയിട്ടൊരു 16-കാരൻ മിമ്പറിൽ കയറുന്നു. അന്ന് തിരൂർക്കാരുകാട് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ഈ ആലിമിനെ കുറിച്ച്. അന്ന് അവർക്ക്, ആ ബാപ്പാക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്റെ മോൻ എവിടെ എത്തുമെന്ന്. ആ 3 പടിക്കപ്പുറം തന്റെ മകൻ ഏതൊക്കെ പടികൾ ചവിട്ടുമെന്ന് അന്ന് ആ ബാപ്പാക്ക് അറിയില്ലായിരുന്നു. ആ 16-കാരനാണ് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ്. 20-ാമത്തെ വയസ്സിൽ തിരൂർക്കാട് മഹല്ലിന്റെ ഖാദിയാണ് മഹാനായ ആലിക്കുട്ടി ഉസ്താദ്. അതിനുശേഷം മഹാനവർകൾ അതിനിടയിൽ വിവിധ സ്ഥലങ്ങളിൽ മഹാനവർകൾ ദർസ് നടത്തുന്നു.
മീനാങ്കുഴിയിലും ചെമ്മങ്കടവിലുമൊക്കെ മഹാനവർകൾ ദർസ് നടത്തുന്നു. എവിടെയും വിശ്രമമില്ല. 1979 മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു മഹാനവർകളുടെ ഒഴിവിലേക്ക് പട്ടിക്കാട് ജാമിഅ നൂരിയയിലെ മുദരിസായി മഹാനവർകൾ കടന്നു വരുന്നു. അവിടെ നിങ്ങോട്ട് 47 വർഷം ജാമിയയിൽ മുദരിസാണ് ആലിക്കുട്ടി ഉസ്താദ്. ഒരു തൗഫീഖിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മഹാനവർകളുടെ സൗഭാഗ്യത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. 2003 മുതൽ നീണ്ട 23 കൊല്ലക്കാലം, വഫാത്താകുന്ന 2026 വരെ നീണ്ട 23 കൊല്ലക്കാലം പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ പ്രധാനാധ്യാപകൻ, പ്രിൻസിപ്പലായി മഹാനായ ആലിക്കുട്ടി ഉസ്താദ് സേവനം ചെയ്യുന്നു. നോക്കൂ നിങ്ങൾ, 1986 തന്റെ 41ാമത്തെ വയസ്സിൽ മഹാനവർകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ലോകത്ത് തുല്യം പറയാൻ കഴിയാത്ത പണ്ഡിത സഭയുടെ 40 അംഗ മുശാവറയിൽ മഹാനവർകളെ തെരഞ്ഞെടുക്കപ്പെടുന്നു. മഹാനായ ശംസുൽ ഉലമയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം മഹാനവർകൾക്ക് കത്തയക്കുന്നു. ആ കത്തിന് മറുപടിയായി ശംസുൽ ഉലമയുടെ നിർദ്ദേശപ്രകാരം മുശാവറയിലേക്ക് വരുന്നു. 2010 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജോയിന്റ് സെക്രട്ടറിയായി മാറുന്നു. വീണ്ടും ഒരു പടി ഉയരുന്നു. 2016 10 വർഷം മഹാനായ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ കണ്ടു കൊതി തീരാത്ത അഭിവന്യരായ നേതാവ് ചെറുശ്ശേരി ഉസ്താദിന്റെ സ്ഥാനത്തേക്ക് 2016 മുതൽ 2026 വരെയുള്ള നീണ്ട 10 കൊല്ലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കാര്യദർശിയായി മഹാനവർകൾ പ്രവർത്തിക്കുന്നു. സംഭവബഹുലമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. 2013 മുതൽ കാസർഗോഡ് സംയുക്ത മഹല്ലിന്റെ ഖാളിയായി മഹാനായ ടി.കെ.എം. ബാവ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ മഹാനവർകളുടെ വഫാത്തിന് ശേഷം നീണ്ട 10-13 കൊല്ലം കാസർഗോഡ് ഖാളിയായി പ്രവർത്തിക്കുന്നു. ഇതൊക്കെ മതകീയ മേഖലയിലാണെങ്കിൽ പൊതുരംഗത്തും മഹാനവർകൾ പിറകോട്ട് പോയില്ല. 2003 മുതൽ 2006 വരെ കേരള ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായി ആലിക്കുട്ടി ഉസ്താദ് എന്ന 5ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള മഹാൻ നിലകൊള്ളുന്നു, അവിടെ പ്രവർത്തിക്കുന്നു. 2006 മുതൽ 2009 വരെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാനായി പ്രവർത്തിക്കുന്നു. ഇത് പൊതുരംഗത്തും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും തിങ്ങിനിന്ന പ്രവർത്തനമാണെങ്കിൽ ആഗോള തലത്തിലേക്ക് മഹാനവർകൾ തന്റെ പ്രവർത്തനം കൊണ്ടുപോകുന്നത് നമ്മൾ കാണുകയാണ്. മുസ്ലിം വേൾഡ് ലീഗ്, റാബിത്തത്തുൽ ആലമുൽ ഇസ്ലാമിയിൽ ഫിഖ്ഹ് കൗൺസിലിലെ മെമ്പറായി ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് തെരഞ്ഞെടുക്കപ്പെടുന്നു. നമ്മളൊക്കെയും നമ്മുടെ സമയത്തെ എങ്ങനെ വിനിയോഗിക്കണമെന്ന് ആലിക്കുട്ടി ഉസ്താദിൽ നിന്ന് പഠിക്കണം. മഹാനവർകൾ റാബിത്തയുടെ ഫിഖ്ഹ് കൗൺസിൽ മെമ്പറായി 2008 ഈജിപ്തിലെ ജാമിഉൽ അസ്ഹറിൽ പ്രൗഢമായ പ്രഭാഷണം നടത്തി മഹാനായ ശൈഖുന ആലിക്കുട്ടി ഉസ്താദ്. 2011 ലിബിയയിൽ കേണൽ മുഅമ്മർ ഗദ്ദാഫിയുടെ പ്രത്യേക നേതൃത്വത്തിൽ നടന്ന അന്താരാഷ്ട്ര സൂഫി സമ്മേളനത്തിൽ തസവ്വുഫിൽ വലിയ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ലോക പണ്ഡിതന്മാർ ശ്രദ്ധിക്കുമാർ വലിയ ഒരു വിഷയം അവതരിപ്പിച്ചു മഹാനായ ആലിക്കുട്ടി മുസ്ലിയാർ. 2011 2012 മൊറോക്കോയിൽ തസവ്വുഫിൽ മഹാനവർകൾ പ്രബന്ധം അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന 2 വർഷങ്ങൾ സെനഗൽ, ആഫ്രിക്കൻ രാജ്യമായ സെനഗലിൽ വെച്ചുകൊണ്ട് നടന്ന അന്താരാഷ്ട്ര തസവ്വുഫ് സമ്മേളനത്തിൽ മഹാനവർകൾ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഒരു ആലിമിന്റെ ഉയർച്ചയുടെ പടവുകളാണിത്. എന്നാൽ പ്രസംഗത്തിൽ ഒതുങ്ങിയില്ല, ദർസിൽ ഒതുങ്ങിയില്ല, മറ്റു പൊതു പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങിയില്ല. നിരവധി പുസ്തകങ്ങളുടെ രചന മഹാനവർകൾ നിർവഹിച്ചു. ഒരുപാട് പുസ്തകങ്ങൾ. ഇതൊക്കെ ചിലത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ അടിവരയിടുന്നത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഒരാൾ വന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അയ്യുന്നാസി ഖൈർ, ജനങ്ങളിൽ ആരാണ് നബിയെ ഏറ്റവും ഖൈറായവർ? ഖാല, അവിടുന്ന് പറഞ്ഞു, മൻ ത്വാല ഉമറു വഹസുന അമലു, ആരാണോ ദീർഘായുസ്സോടെ ജീവിച്ച് ആ ആയുഷ്കാലം മുഴുവനും സുകൃതങ്ങൾ കൊണ്ട് സമ്പന്നമാക്കിയവൻ, അവനാണ് ജനങ്ങളിൽ ഏറ്റവും ഖൈറായവൻ. ആ കൂട്ടത്തിൽ അല്ലാഹു മഹാനവർകളെ പെടുത്തി കൊടുക്കട്ടെ. തന്റെ ജീവിതത്തിന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ക്ഷീണിതനായി ഒരു ഭാഗത്ത് കിടന്നു പോകുന്ന ദിവസങ്ങൾ മുമ്പ് വരെ
ഇൽമിന്റെ ലോകത്ത് സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിന്റെ അമരത്ത് ലോകത്തിന്റെ നെറുകയിൽ സമസ്തയെ പരിചയപ്പെടുത്താൻ മഹാനായ ആലിക്കുട്ടി ഉസ്താദ് തന്റെ ജീവിതം ഉപയോഗിച്ചു. ജീവിതത്തിന്റെ മിക്ക സമയവും അനാവശ്യങ്ങളിൽ വിനിയോഗിച്ച് സ്മാർട്ട് ഫോൺ കയ്യിൽ വന്നതു മുതൽ എവിടെ ഒഴിവ് സമയം കിട്ടിയാലും അതിൽ സമയം കണ്ടെത്തുന്ന എന്നെ പോലെയുള്ള പുതിയ തലമുറ നമ്മൾ പഠിക്കണം ആലിക്കുട്ടി ഉസ്താദിനെ. അള്ളാഹുവിന്റെ തിരുദൂതരോട് ചോദിച്ചു, ഫഅയ്യുന്നാസി ശർറുൻ, ജനങ്ങളിൽ ഏറ്റവും ശർറായവൻ ആരാണ് നബിയെ? ഖാല, അവിടുന്ന് പറഞ്ഞു, മൻ ത്വാല ഉമറു, ഞാൻ 90 വയസ്സ് വരെ ജീവിച്ചു എന്നയാൾ പറയുന്നുണ്ട്. പക്ഷേ വസാ അമലു, നന്മയുടെ കണക്ക് പുസ്തകത്തിൽ ചേർത്ത് വെക്കാൻ കാര്യമായ വരവുകളില്ല. പിന്നെ ഈ 90 കൊല്ലം കൊണ്ട് എന്ത് നേടി? 70 കൊല്ലം കൊണ്ട് എന്ത് നേടി? ഒന്നും നേടിയില്ല. അതുകൊണ്ട് ഉസ്താദിൽ നിന്ന് പഠിക്കേണ്ട പാഠം അതാണ്. ഇനി ഞാൻ പറയട്ടെ, ഉസ്താദിന്റെ സ്വീകാര്യതയുടെ പിറകിൽ പ്രവർത്തിച്ച നന്മകൾ എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ അംസ ഉസ്താദ് മഹാനവർകൾ അനുസ്മരിക്കുന്നത് കേട്ടു. ആ അനുസ്മരണത്തിലും അതുപോലെ പണ്ഡിതന്മാർ അനുസ്മരിച്ചതിലും വന്ന വാർത്തകളിൽ നിന്നുമൊക്കെ ശേഖരിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു 4 നന്മകൾ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഉസ്താദിന്റെ ഉയർച്ചയുടെ പിറകിൽ പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നന്മകളിൽ ഒന്ന് അദബ് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അദബ് വളരെ പ്രധാനമാണ്. എന്റെ മുന്നിലിരിക്കുന്ന മുത്തഅല്ലിമീങ്ങളോടൊക്കെ ഞാൻ പറയാണ്, അദബാണ് ഒരു മനുഷ്യന്റെ വളർച്ച, അദബുകളാണ് ഒരു മനുഷ്യന്റെ തകർച്ച. തന്റെ ഗുരുനാഥന്മാരെ പരാമർശിക്കുമ്പോ സമസ്തയുടെ പ്രഭാഷണങ്ങളിൽ മഹാരഥന്മാരായ പൂർവീകരെ പരാമർശിക്കാത്ത ഒരു പ്രസംഗവും ആലിക്കുട്ടി ഉസ്താദ് നടത്താറില്ല. നിങ്ങൾ ഉസ്താദിന്റെ ചില പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. മഹാനവർകൾ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, നമ്മൾ ശംസുൽ ഉലമയുടെ പേരക്കുട്ടികളാണ്. ആ വാക്കിൽ തന്നെ ഉണ്ട് ഒരു അദബ്. നമ്മൾ ശംസുൽ ഉലമയുടെയും കണ്ണിയസ് ഉസ്താദിന്റെയും പേരക്കുട്ടികളാണ്. നമ്മൾ അങ്ങനെ ആവരുത്, നമ്മൾ ഇങ്ങനെ ആവരുത്. അതിന് കാരണം മഹാൻ പറഞ്ഞത് ശംസുൽ ഉലമയുടെ പേരക്കുട്ടികളാണ് നമ്മൾ എന്നതാണ്. അതൊരു വലിയ അദബാണ്. ഗുരുശിഷ്യ ബന്ധം വളരെ വലുതാണ്. മഹാനായ ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ തങ്ങളുടെ ഗുരുനാഥനാണ് ഹമ്മാദ് ഇബ്നു അബൂ സുലൈമാൻ. ആ ഹമ്മാദ് തങ്ങളെ കുറിച്ച് അബൂ ഹനീഫ തങ്ങൾ പറയുന്ന ചില വർത്തമാനങ്ങൾ നമ്മൾക്ക് കിതാബുകളിൽ കാണാം. അബൂ ഹനീഫ തങ്ങൾ പറയുന്നു, മാ മദത്തു റിജ്ലി നഹ്വ ദാരി ഹമ്മാദിൻ, എന്റെ ഉസ്താദായ ഹമ്മാദ് തങ്ങളുടെ വീട് നിലകൊള്ളുന്ന ഭാഗത്തേക്ക് ഞാൻ എന്റെ കാല് നീട്ടിയിട്ടില്ല. ഇജ്ലാലല്ലഹു, എന്റെ ഉസ്താദിനോടുള്ള ബഹുമാനം കൊണ്ട്. ഉസ്താദിന്റെ മുന്നിൽ കാല് നീട്ടിയിട്ടില്ല എന്നല്ല, ഉസ്താദിന്റെ വീട് നിൽക്കുന്ന ഭാഗത്തേക്ക് കാല് നീട്ടിയിട്ടില്ല. വകാന ബൈന ദാരി വദാരിഹി സബ്ഉ സിക്കകിൻ. അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു മതിലിന്റെ അപ്പുറത്ത് ഇപ്പുറത്തായിരിക്കും വീടെന്ന്. അബൂ ഹനീഫ തങ്ങൾ പറയുന്നു, എന്റെയും എന്റെ ഉസ്താദിന്റെയും വീടിന്റെ ഇടയിലുള്ള ദൂരം സബ്ഉ സിക്കകിൻ, 7 സിക്കക്ക് ദൂരമുണ്ട്. അസ്സിക്കു, ഒരു സിക്കക്ക് എന്ന് പറഞ്ഞാൽ ഒരു മൈലാണെങ്കിൽ ഏകദേശം 10.5 കിലോമീറ്റർ ദൂരമുണ്ട് അബൂ ഹനീഫ തങ്ങളുടെ വീട്ടിൽ നിന്ന് ഉസ്താദിന്റെ വീട്ടിലേക്ക്. ഞാൻ ഒരിക്കൽ പോലും എന്റെ ഉസ്താദിന്റെ വീടിന്റെ ഭാഗത്തേക്ക് കാല് നീട്ടിയിട്ടില്ലെന്ന് മഹാനായ അബൂ ഹനീഫ തങ്ങൾ പറയാൻ. അതാണ് അദബ്. ആ ഒരു അദബാണ് മഹാന്മാരുടെ ഉയർച്ചയിൽ നമ്മൾ കാണുന്നത്. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തന്റെ ഉസ്താദായ ഇമാം മാലിക് തങ്ങളുടെ മജ്ലിസിനെ കുറിച്ച് പറയുന്നുണ്ട്. മഹാനായ ഇമാമുന ശാഫിഈ തങ്ങൾ പറയുന്നു, ഇന്നി ലഅദഉ റബ്ബമാ കുൻതു അകൂനു ഫീ മജ്ലിസിഹി, ഞാൻ ചിലപ്പോൾ ഇമാം മാലിക് തങ്ങളുടെ മജ്ലിസിലായിരിക്കും. ഇമാം മാലിക് തങ്ങളുടെ തന്റെ ഉസ്താദിന്റെ മജ്ലിസിൽ ഞാൻ ഇരിക്കുമ്പോ വഉരീദു അൻ അസ്ഫഹൽ വറഖ, ഞാൻ കിതാബിന്റെ പേജുകൾ മറിച്ചിടാൻ ആഗ്രഹിക്കും. കിതാബിന്റെ പേജ് മറിച്ചിടണമെന്ന് എനിക്ക് തോന്നും. അങ്ങനെ മറിച്ചിടേണ്ടി വരുമ്പോ ഫഅസ്ഫഹുഹാ സഫ്ഹൻ റഫീഖ, ഞാൻ വളരെ പതുക്കെ വളരെ മയമായിട്ട് ഞാൻ എന്റെ കിതാബിന്റെ പേജുകൾ മറിക്കും. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ മറിക്കുന്നത്? ഹൈബത്തല്ലഹു ലിഅല്ലാ യസ്മഅ വഖഅഹ, ഞാൻ ആ കിതാബിന്റെ പേജ് മറിക്കുന്നതിന്റെ ശബ്ദം എന്റെ ഉസ്താദ് കേട്ടാൽ അത് ഉസ്താദിനൊരു അസ്വസ്ഥതയാകുമോ എന്ന് ഭയന്നിട്ട് ഞാൻ കിതാബിന്റെ പേജ് മറിക്കുമ്പോ ശ്രദ്ധിക്കാറുണ്ടെന്ന് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഗുരുശിഷ്യ ബന്ധത്തിന്റെ ആഴമാണത്. ആ ആഴം പണ്ഡിതന്മാർ ഉൾക്കൊണ്ടു. താരീഖ് ദിമഷ്കിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നത് നമ്മൾക്ക് കാണാം. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ, അഹ്മദ് ഇബ്നു ഹംബലിന്റെ ഉസ്താദാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. മഹാനായ ഉസ്താദിനെ കുറിച്ച് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറയുന്നു, ഇന്നി ലഅദഉ ലി മുഹമ്മദ് ഇബ്നു ഇദ്രീസ്,
ഞാൻ എന്റെ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. ഫീ സ്വലാത്തി, എന്റെ നിസ്കാരത്തിൽ മുൻദു 40 സന, കഴിഞ്ഞ 40 കൊല്ലമായി എന്റെ ഉസ്താദിന് വേണ്ടി ദ്വാരക്കാതെ ഒരു നിസ്കാരവും ഞാൻ നിർവഹിച്ചിട്ടില്ല. ഉസ്താദുമായിട്ടുള്ള അഭേദ്യമായ ഒരു ബന്ധത്തിന്റെ, ഒരു നൂൽ ബന്ധത്തിന്റെ ഒരടയാളമാണത്. 40 കൊല്ലമായി ഞാൻ എന്റെ ഉസ്താദിനെ ഒരു നിസ്കാരത്തിൽ പോലും എനിക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളോട് മകൻ ചോദിച്ചു, അല്ല വാപ്പാ, നിങ്ങൾ എപ്പോഴും ഈ ഷാഫി ഇമാമിനെ കുറിച്ച് പറയാറുണ്ടല്ലോ, അയ്യു റജുലിൻ കാന ഷാഫി, ആരാണ് ഈ ഷാഫി, അയാൾക്ക് എന്താണ് ഇത്ര വലിയ പ്രത്യേകത? ഫൈന്നി അസ്മഉക, ഞാൻ എപ്പോഴും കേൾക്കാറുണ്ടല്ലോ അങ്ങ് ദ്വാരക്കുന്നത്. അതിന് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ പറഞ്ഞത്, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, കാന ഷാഫിഉ കശംസി ലിദ്ദുനിയ, ദുനിയാവിന് സൂര്യൻ എത്ര അത്യാവശ്യമാണോ അതുപോലെയാണ് എനിക്ക് ഇമാമുന ഷാഫിഈ. ഷാഫി ഇമാമില്ലാതെ എനിക്ക് വെളിച്ചമില്ല, മഹാനവർകളില്ലാതെ എനിക്ക് പകലില്ല, മഹാനവർകളില്ലാതെ എനിക്ക് രാത്രിയില്ല. എന്റെ സൂര്യനാണത്. വകൽ ആഫിയത്തിൽ നാസ്, ജനങ്ങൾക്ക് ആഫിയത്ത് എത്ര വലുതാണോ അതുപോലെയാണ് എനിക്ക് എന്റെ ഇമാം, എന്റെ ഉസ്താദ്. എന്റെ ഉസ്താദ് ഇല്ലെങ്കിൽ എനിക്ക് ആഫിയത്തില്ലാത്ത അശല്ലായ ഒരുത്തനായി ഞാൻ മാറും. എന്റെ ഉസ്താദാണ് എനിക്കെല്ലാം എല്ലാം. മഹാനായ ആലിക്കുട്ടി ഉസ്താദ് ഒരിക്കലും മറക്കാതെ തന്റെ പ്രസംഗങ്ങളിലുടനീളം പറയുന്ന വാക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ശൈഖുനയുടെ പേരക്കുട്ടികളാണ്, നമ്മൾ സമസ്തയുടെ പേരമക്കളാണ്. മഹാനവർകളുടെ ആ വിനയം, അദബ് അഹ്ലുബൈത്തിനോട്, പ്രത്യേകിച്ച് മഹാന്മാരായ പാണക്കാട് സാദാത്യങ്ങൾ, തലമുതിർന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട്, ഹൈദരലി തങ്ങളോട്, അവരുടെ സമകാലത്ത് ജീവിച്ചവരോട്, അല്ലാത്തവരോടും എല്ലാവരോടും മഹാനായ ആലിക്കുട്ട ഉസ്താദ് കാണിച്ച വിനയം നമ്മൾക്ക് കാണാൻ കഴിയും. അപ്പൊ ഒന്നാമത് ഞാൻ പറഞ്ഞത് അവിടുത്തെ അദബാണ്, അവിടെ കണ്ട നമ്മൾ ഗുണം. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുന്നത്, എല്ലാവരും എല്ലാ പത്രങ്ങളും എഴുതി, പ്രസംഗിച്ചവരൊക്കെ പ്രസംഗിച്ചു. ആലിക്കുട്ടി ഉസ്താദിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തവാളു ആയിരുന്നു, വിനയമായിരുന്നു. വമാ തവാല അഹദുൻ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലോകത്തൊരാളും വിനയം കാണിച്ചിട്ടില്ല, ഇല്ലാ റഫഅഹുല്ലാഹ്, അള്ളാഹു അയാളെ ഉയർത്തുക തന്നെ ചെയ്യും. ഉയരണമെന്നാഗ്രഹിക്കുന്നവൻ താഴണമെന്നാണ് പാഠം. ഉയരണമെന്നാഗ്രഹിക്കുന്നവൻ സ്വയം ഞെളിഞ്ഞു നിൽക്കരുത്, അവനൊന്ന് താഴാൻ ശ്രമിക്കണം, അപ്പോഴാണ് അയാൾ ഉയരുക. എല്ലാവരോടും അവിടുന്ന് വിനയം കാണിച്ചു. മോനെ എന്ന ആ ഒരു വിളി നമ്മുടെ കാതിൽ മുഴങ്ങിക്കേൾക്കുകയാണ്. കുട്ടി എന്ന ഒരു വിളിയുണ്ട് ഉസ്താദിന്റെ, ആ വിളി നമ്മളുടെ കാതിൽ മുഴങ്ങിക്കേൾക്കുകയാണ്. സ്നേഹത്തിൽ ചാലിച്ച ആ വിളി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ച, നമ്മുടെ മഹാരഥന്മാർ പഠിച്ച ഏറ്റവും മഹത്തായ സ്വഭാവങ്ങളിൽ ഒന്ന് വിനയമാണ്. സമസ്തയുടെ ജനറൽ സെക്രട്ടറിയാണ്. മീഡിയകളുടെ മുന്നിൽ, അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ എവിടെയും വലിയ അഭിമാനത്തോടുകൂടെ തന്റെ പദവി പറയാം, അത് കാണിക്കാം, തന്റെ പ്രസംഗത്തിൽ അത് നിഴലിക്കാം. പക്ഷേ സമസ്തയുടെ ആലിമീങ്ങൾ ആരും അങ്ങനെ കാണിക്കാറില്ല. ആലിക്കുട്ടി ഉസ്താദ് തീരെ കാണിച്ചില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ പാഠമാണത്. ഹദീസിൽ കാണാം, ഇമാം ഹാക്കിം തങ്ങൾ ഉദ്ധരിക്കുന്നു, വഉതിയൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിറജുൽ, ഒരു മനുഷ്യനെ റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. ഫഅറഅദ മിൻ ഹൈബതിഹി, റസൂലുള്ളാഹിന്റെ മുന്നിൽ അങ്ങ് എത്തിയപ്പോ അയാൾ ബഹുമാനം കൊണ്ടൊന്നങ്ങ് കിടുകിടുത്തുപോയി, അയാളൊന്നങ്ങ് വിറച്ചുപോയി. അയാളൊന്ന് ചൂളിയത് കണ്ടിട്ട് ഫഖാല ലഹു, അല്ലാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, ഹവ്വിൻ അലൈ, കൂൾ ഡൗൺ, മോൻ എന്താ ഇങ്ങനെ പേടിച്ചത്, നീ സമാധാനിക്ക്. എന്തിനാണ് പേടിക്കുന്നത്? ഫലസ്തു ബി മലിക്കിൻ, ഞാനൊരു രാജാവൊന്നുമല്ല, ഞാനൊരു രാജാവല്ല, പിന്നെയോ ഇന്നമാ അന ഇബ്നു ഇംറഅത്തിൻ മിൻ ഖുറൈശ്, ഞാൻ ഖുറൈശി പെണ്ണുങ്ങളിൽപ്പെട്ട ഒരു ഉമ്മാന്റെ മോനാണ്. ഏതുമ്മാന്റെ മോന്? തഅകുലുൽ ഖദീദ്, ഉണക്ക മാംസം കഴിക്കുന്ന ആമിനാന്റെ മോനാണ് ഞാൻ. എന്തൊരു വിനയമാണത്! ദാരിദ്ര്യം കൊടികുത്തി വാഴുന്ന കാലത്ത് എവിടെ നിന്നെങ്കിലും ഒരിത്തിരി ഇറച്ചി കിട്ടിയാൽ ഉപ്പ് പുരട്ടിയിട്ട് അട്ടത്തിട്ട് ഉണക്കി വെക്കുമായിരുന്നു. തന്റെ മക്കൾക്ക് കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാത്ത രാത്രികളിൽ അതൊന്ന് ചൂടാക്കി കൊടുക്കാൻ. അങ്ങനെ ഇറച്ചി ഉണക്കി വെച്ച ആമിനാന്റെ മോനാ ഞാന്. എന്നെ കാണുമ്പോ എന്തിനാണ് നീ കിടുകിടുത്തതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മജ്ലിസിലേക്ക് കയറി വരുമ്പോ അനുയായികൾ എഴുന്നേറ്റ് നിൽക്കുന്നത് അവിടത്തേക്ക് ഇഷ്ടമില്ലായിരുന്നു. ഇന്നത്തെ നേതാക്കന്മാരൊക്കെ പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളാണത്. വകാന അസ്ഹാബുഹു ലാ യഖൂമൂൻ, തുർമുദിയിൽ കാണാം, സ്വഹാബത്ത് എണീറ്റ് നിൽക്കൂലായിരുന്നു.
റസൂലുള്ള ഇപ്പൊ ഇങ്ങ് കയറി വന്നാൽ നമ്മൾ സഹാബികളാണെന്ന് വിചാരിക്കുക. അവരെണീക്കൂലായിരുന്നു. എന്തുകൊണ്ടാണ് എണീക്കാത്തത്? ബഹുമാനമില്ലാത്തത് കൊണ്ടല്ല. ലിമാ അറഫൂ മിൻ കറാഹതിഹി ലിദാലിക്. നമ്മൾ എണീറ്റു നിൽക്കുന്നത് അവിടുത്തേക്ക് ഇഷ്ടമാവൂല എന്നവർക്കറിയാമായിരുന്നു. കാരണം അങ്ങനെ എണീറ്റ് നിന്ന് ബഹുമാനിക്കുന്നത് ഇഷ്ടമില്ലായിരുന്നു. ഒരു ദിവസം അന്നനബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അമറ അസ്ഹാബഹു അല്ലാ യഖൂമു. ഈ ആയത്തിൽ നമ്മൾക്ക് ഈ സംഭവം കാണാം, ഈ ബൈത്ത് കാണാം. ഞാൻ ചൊല്ലുന്ന ബൈത്ത് മുതഅല്ലിമീങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് എഴുന്നേറ്റ് നിൽക്കരുത് എന്ന് പഠിപ്പിച്ചു, നിർബന്ധിച്ചു. ഇദാ മർറ ബിഹിം. അവിടുന്ന് നടന്നു വരുമ്പോ ഒരു ദിവസം അവിടുന്ന് നടന്നു വന്നു. കാരിങ് വന്നപ്പോ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്നു. ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ എണീറ്റ് നിന്നിട്ട് അവിടെ വെച്ചുകൊണ്ടൊരു ബൈത്ത് ചൊല്ലി. ആ ബൈത്ത് ഇങ്ങനെയാണ്: ഖിയാമി ലിൽ അസീസി അലയ്യ ഫർളുൻ വതർകുൽ ഫർളി മാ ഹുവ മുസ്തഖീമുൻ അജിബ്തു ലിമൻ ലഹു അഖ്ലുൻ വഫഹ്മുൻ യറാ ഹാദൽ ജമാല വലാ യഖൂമു. അന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് ചൊല്ലിയ വരികളാണത്. മഹാനവർകൾ പറയാൻ ഖിയാമി ലിൽ അസീസി അലയ്യ ഫർളുൻ. പ്രതാപികളായ, ബഹുമാന്യരായ, ആദരണീയരായ ആളുകൾ കയറി വരുമ്പോ എണീറ്റ് നിൽക്കുക എന്ന് പറയുന്നത് ഒരു നിർബന്ധ കാര്യമാണ്. വതർകുൽ ഫർളി മാ ഹുവ മുസ്തഖീമുൻ. ആ ഫർളിനെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് നേരായ മാർഗമല്ല. അജിബ്തു ലിമൻ ലഹു അഖ്ലുൻ വഫഹ്മുൻ. മഹാനവർ പറയും, ഞാൻ അത്ഭുതപ്പെടുന്നു, ബുദ്ധിയും ചിന്താശേഷിയുമുള്ള ഒരു മനുഷ്യൻ യറാഹാദൽ ജമാല വലാ യഖൂമു. ഈ ഒരു ജമാലായ, ഈ ഒരു അഴകിന്റെ പൂർണ്ണതയായ അല്ലാഹുവിന്റെ ഹബീബ് വരുമ്പോ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ അത്ഭുതപ്പെടുകയാണ് നബിയെ. ഞങ്ങൾ അറിയാതെ എണീറ്റ് നിന്നു പോകും തങ്ങൾ ഇങ്ങോട്ട് കയറി വരുമ്പോ. അതുകൊണ്ട് ഞാൻ എണീറ്റ് നിന്നതിൽ തങ്ങൾ എന്നോട് കുണ്ഠിതപ്പെടരുതെന്ന് മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് പറയുന്നത് നമ്മൾക്ക് കാണാം. അവരോടൊക്കെ കൂടെ നാളെ സ്വർഗ്ഗലോകത്ത് അല്ലാഹു നമ്മളെയും ഒരുമിച്ച് കൂട്ടി തരട്ടെ. അപ്പൊ മഹാനായ ആലിക്കുട്ടി ഉസ്താദിൽ നമ്മൾ കണ്ടത് ആ ഒരു വിനയമാണ്, എളിമയാണ്. റസാനത്തോതുന്ന മുതഅല്ലിമീങ്ങൾ ഇവിടെ ഉണ്ടാവും. അതിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു, റസാനത്തുൽ ഇൽമി മൻ കാനതു സഖിലുഹു യംശി ബിഹാ ഖാദിഅൻ നഖദാറ അസ്ഖാലി. ഇൽമെന്ന് പറയുന്ന ഒരു സാധനം ഒരുത്തനിൽ ഭാരമുള്ളതായാൽ അവൻ അറിയാതെ തലകുനിക്കണം. തലകുനിച്ചുകൊണ്ട് നടക്കും അവൻ. വയസ്തുദുൽ ഉസ്നുബിൽ അസ്മാരി ഹമലത്ത് അസ്ജാറു ഹാദാലിയൻ മിൻ ബഅദി ദിലാലി. ഫലം കായ്ക്കുന്ന ഒരു മരം, ഒരു മാക്കൊമ്പത്ത് നിറയെ മാങ്ങയുണ്ടായാൽ ആളുകൾ ചിലപ്പോ കല്ലെടുത്തെറിയും, മക്കൾ ചിലപ്പോ പിടിച്ചു കുലുക്കും. എന്നാലും ആ മാവ് താണുകൊണ്ടേയിരിക്കും. താഴ്ന്നയിൽ നിന്ന് പിന്നെയും താഴ്ന്നുകൊണ്ടേയിരിക്കും. ഫലമുള്ള ആളുടെ സ്വഭാവം അതായിരിക്കണം. അവർ താഴ്മയുള്ളവരായിരിക്കണം. വമല്ലഹു റിഫഅത്തുൻ ബിൽ ഇൽമി വന്നസബി ലഹു തവാലുഉ മിൻഹാ അഹ്സനു സിഫതി. അറിവും തറവാട് മഹിമയൊക്കെ ഒരു മനുഷ്യനുണ്ട് എന്ന് പറഞ്ഞ് അവനിങ്ങനെ കോളറയും വലിച്ച് നടക്കുന്നവനാവരുത്. മറിച്ച് അവനിലുണ്ടാവേണ്ട സൽസ്വഭാവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം അത്തവാളുഉ, വിനയമാണ്. അപ്പൊ ഉസ്താദിന്റെ ആ ഒരു വിനയമാണ് ഉസ്താദിനെ ഏറ്റവും ഉയർത്തി നിർത്തിയത്. വ്യക്തിപരമായി എനിക്കൊരു അനുഭവമുണ്ട്, എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല. ഉസ്താദിന്റെ വഫാത്ത് അറിയുമ്പോ ഞാൻ ബാംഗ്ലൂരിലേക്കുള്ള യാത്രയുടെ മധ്യയായിരുന്നു. ഉസ്താദ് വഫാത്തായി എന്ന് കേട്ടപ്പോൾ തരിച്ചു നിന്നു. ആദരണീയനായ യമാനി എന്നെ വിളിച്ചു, ഉസ്താദ് പോയെന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അങ്കലാപ്പിലായി. പക്ഷെ എന്റെ മനസ്സിലേക്ക് ഉസ്താദ് കടന്നു വന്നു. തുടർന്ന് സാജിദ് മൗലവി വിളിച്ചു. ഞാൻ പറഞ്ഞു നമ്മൾക്ക് പുറപ്പെടാമെന്ന്. എന്നെ അതിലേക്ക് എത്തിച്ച എന്റെ വ്യക്തിപരമായ ഒരു അനുഭവം, ഞാൻ ഖുതുബ നിർവഹിക്കുന്ന ബാംഗ്ലൂർ യശ്വന്തപുരം ജുമാ മസ്ജിദിൽ ഈ അടുത്ത കാലത്ത് ശൈഖുന വന്നു. അതൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. ആ വെള്ളിയാഴ്ച ദിവസം ഉസ്താദ് ഒന്നാം സഫിൽ വന്നിരുന്നു. റൂമിലേക്ക് വരാൻ നിർബന്ധിച്ചു, ഉസ്താദ് വന്നില്ല. ഖുതുബ ഓതാൻ സമയമായപ്പോ ഞാൻ ഉസ്താദിനോട് ഏറെ ബഹുമാനത്തോടെ പറഞ്ഞു, അങ്ങേക്ക് സാധിക്കുമെങ്കിൽ ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷമാകുമായിരുന്നു. ഉസ്താദ് സ്നേഹത്തോടെ അത് നിരസിച്ചു. ഉസ്താദ് മിമ്പറിൽ കയറിയില്ല.
ഞാൻ ഖുതുബ നിർവഹിച്ചു. ഒരു ബാപ്പാന്റെ മുന്നിൽ ഒരു കുഞ്ഞു ഖുതുബ നിർവഹിക്കും പോലെ എനിക്ക് തോന്നി. ഉസ്താദിന്റെ മുന്നിൽ ഒരു ഭയവും എനിക്ക് തോന്നിയില്ല. എനിക്ക് എന്തോ ഒരു അഭിമാനം തോന്നി ഉസ്താദിന്റെ മുന്നിൽ എണീറ്റു നിൽക്കാൻ കഴിഞ്ഞത്. ഞാൻ ഖുതുബ നിർവഹിച്ചു, താഴെ ഇറങ്ങി. ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഈ കണ്ട ജനങ്ങളൊക്കെയും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങ് മിഹ്റാബിൽ കയറി നിൽക്കാൻ. ഉസ്താദ് ഖുതുബ ഓതാൻ കഴിയില്ലെന്ന് പറഞ്ഞു, പക്ഷേ ഇമാമായി നിൽക്കാൻ കഴിയില്ലെന്ന് അങ്ങ് പറയരുത് എന്ന് പറഞ്ഞപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് മുഖത്തേക്ക് നോക്കി ഉസ്താദ് പതുക്കെ മിഹ്റാബിലേക്ക് കയറി. ഞാൻ ഉസ്താദിന്റെ ചെവിയിൽ മൈക്ക് സെറ്റ് വെച്ചു കൊടുത്തു. കുറച്ചു നേരം ഉസ്താദ് അവിടെ മൗനം അവലംബിച്ചു നിന്നു. എന്തായിരിക്കും നിസ്കാരം ആരംഭിക്കാത്തത്? ചെറിയൊരാശങ്ക എനിക്കുണ്ടായി. വല്ല വിധേനയും ഉസ്താദ് ജമാഅത്ത് നിസ്കരിക്കാൻ ഉദ്ദേശിച്ചത് ഞാനൊരു തടസ്സമായോ എന്നെന്റെ മനസ്സ് വേദനിച്ചു. പക്ഷെ ഉസ്താദ് മൈക്ക് അഴിച്ചു. ഞാൻ ഒന്നുകൂടെ ബേജാറായി. ഉസ്താദ് തിരിഞ്ഞു നോക്കിയിട്ട് എന്നെ സ്നേഹത്തോടെ വിളിച്ചു. എന്നിട്ട് ആരും കേൾക്കാതെ എന്റെ ചെവിയിൽ ചോദിച്ചു, മോനെ, ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ജുമുഅയിൽ സൂറത്തുൽ ജുമുഅയും മുനാഫിഖൂനയുമാണ് ഓതാറുള്ളത്. കുട്ടി ഏത് സൂറത്താണ് ഓതാറുള്ളത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉസ്താദെ, ഞാൻ സബ്ബിഹിസ്മയും ഹല്ലത്താക്കയുമാണ് ഓതാറുള്ളത്. ഞാൻ ജുമുഅയും മുനാഫിഖൂനയും ഓതിയാൽ എന്റെ കുട്ടിക്ക് വിഷമമാകുമോ എന്ന് ഉസ്താദ് ചോദിച്ചു. എന്റെ കണ്ണുകൾ സജലങ്ങളായി. ഞാൻ പറഞ്ഞു, ഉസ്താദ് ഏത് സൂറത്ത് ഓതിയാലും ഉസ്താദ് അവിടെ കയറി നിൽക്കുന്നത് തന്നെ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഉസ്താദ് അന്ന് വളരെ മനോഹരമായി ജുമുഅ നിർവഹിച്ചു. അതിനുശേഷം ഞങ്ങൾ അവിടെയുള്ള പ്രധാനികളായ ആളുകളൊക്കെ വട്ടത്തിലിരുന്നു. അവിടുന്ന് ഉസ്താദിന്റെ ഒരു കരുതൽ എന്നെ വല്ലാതെ ആകർഷിച്ചു. ഉസ്താദ് അവർക്കിടയിൽ നിന്ന് എന്നെ പേരെടുത്ത് വിളിച്ചു. ഉസ്താദിന് ഞാനുമായുള്ള പരിചയം, ഞാൻ തളങ്കര കണ്ടത്തിൽ സയ്യിദ് അലവി മസ്ജിദിൽ ഖതീബാവുമ്പോ ഉസ്താദ് തളങ്കര വലിയ ജുമുഅത്ത് പള്ളിയിൽ വെള്ളിയാഴ്ച വരും, അവിടുത്തെ ഖാളിയാണ് ഉസ്താദ്. അങ്ങനെയുള്ള ബന്ധമുണ്ട്. ഉസ്താദ് എന്നെ വിളിച്ചു, എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഈ ആളുകളൊക്കെ നോക്കി നിൽക്കെ എന്റെ നെറ്റിയിൽ ചുംബിച്ചു ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ്. ആ ഒരു വിനയത്തിന് മുന്നിൽ, ആ ഒരു സ്നേഹപ്രകടനത്തിന് മുന്നിൽ ഞാൻ എങ്ങനെ പോകാതിരിക്കും? ഞാൻ എങ്ങനെ മഹാനവർകളുടെ ജനാസ ഒന്ന് കാണാതിരിക്കും? ആ ഒരു വിനയം അനുഭവിച്ചവനാണ് ഞാൻ. എന്റെ ജീവിതത്തിലെ വലിയൊരു പൊരുത്തമായി, ഒരു അംഗീകാരമായി ഞാൻ അതിനെ കാണുകയാണ്. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. മൂന്നാമത്, മഹാനായ ഉസ്താദ് അവർകളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട, പ്രത്യേകിച്ച് മുത്തഅല്ലിമീങ്ങൾ പഠിക്കേണ്ട പാഠം ഉസ്താദിന്റെ ഇച്ഛാശക്തിയാണ്. അതൊരു അപാരമായ ഇച്ഛാശക്തിയാണ്. താനൊരു കാര്യം നേടാൻ ഉദ്ദേശിച്ചുവെങ്കിൽ അത് നേടുക എന്നത് ഉസ്താദിൽ നിന്ന് നമ്മൾ പഠിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഔപചാരിക വിദ്യാഭ്യാസം 5ാം ക്ലാസ് വരെ മാത്രമാണ്. എന്നാൽ ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു, മോഡേൺ അറബിക് ഈ വിഷയങ്ങളിൽ ഉസ്താദിന് അഗാധമായ പാണ്ഡിത്യമുണ്ടായി എന്ന് മാത്രമല്ല, മഹാനവർകൾ അറബിക് ഇംഗ്ലീഷ് ഡിക്ഷണറി ഒരു 5ാം ക്ലാസ്സുകാരൻ, നമ്മൾ ആലോചിക്കണം, വാട്സാപ്പിൽ അയാൾ എന്ത് പറഞ്ഞു, ഇതിനെന്ത് പറഞ്ഞു, അതിന് ലൈക്ക് അടിക്കണോ, ഇത് ഷെയർ ചെയ്യണോ എന്ന് ചിന്തിച്ച് ഉറക്കം കളയുന്ന എന്നെ പോലുള്ള ആളുകൾ ഉസ്താദിൽ നിന്ന് പഠിക്കണം. 5ാം ക്ലാസ്സിൽ ഔപചാരിക വിദ്യാഭ്യാസം കൊണ്ട് ഒരു ഡിക്ഷണറി എഴുതിയ മഹാപണ്ഡിതനായി മഹാനായ ഉസ്താദ് മാറി. അവിടം കൊണ്ട് നിന്നില്ല. കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ യൂണിവേഴ്സിറ്റി ഇഫ്ലു എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത്. ആ ഇഫ്ലു യൂണിവേഴ്സിറ്റിയുടെ സിലബസ് രൂപീകരണ കമ്മിറ്റിയിൽ അംഗമായി ഒരു 5ാം ക്ലാസ്സുകാരൻ മാറി എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ്, വിദേശ രാജ്യങ്ങളിലെ ഭാഷകൾ, അത് ഇന്ത്യയിലെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയാണത്. ആ യൂണിവേഴ്സിറ്റിയിലെ സിലബസ് രൂപീകരണ കമ്മിറ്റി, അവിടുത്തെ ഏതെങ്കിലും കമ്മിറ്റി അല്ല, സിലബസ് രൂപീകരണ കമ്മിറ്റിയിൽ അംഗമാവാൻ ഒരു 5ാം ക്ലാസ്സുകാരന് സാധിക്കുമെങ്കിൽ ആ മോന്റെ പേരാണ് ശൈഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു. നമ്മൾ ആലോചിച്ച് നോക്കൂ. സമയം വെറുതെ കളയരുത്. കിതാബ് നോക്കാൻ സമയം കണ്ടെത്തണം. അതിനുവേണ്ടി മുത്തഅല്ലിമീങ്ങൾ സമയം വിനിയോഗിക്കണം. പണ്ഡിതന്മാരായ ആളുകളോടും വളരെ ബഹുമാനത്തോടെ ഉപദേശിക്കാനുള്ള യോഗ്യത ഇല്ലെങ്കിൽ പോലും നമ്മളും ഇൽമിന്റെ ലോകത്ത് സമയം കണ്ടെത്തിയാൽ ജീവിതത്തിലെ ഏറ്റവും രസമുള്ള ഒന്ന് അതായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉസ്താദിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ 4ാമത്തെ ഗുണം അവിടുത്തെ സൂക്ഷ്മതയാണ്. അവിടുത്തെ വാക്കുകളിൽ, പ്രവൃത്തിയിൽ ആരെയും വേദനിപ്പിച്ചില്ല. പ്രതിപക്ഷ ബഹുമാനം കാത്തു സൂക്ഷിച്ചു മഹാനവർകൾ. ഒരു പരിധി വിട്ട ഒരു പ്രയോഗം ആലിക്കുട്ടി ഉസ്താദിന്റെ പ്രസംഗത്തിൽ നമ്മൾ കേട്ടില്ല. താൻ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയ കാലം, ആ കാലം എന്ന് പറയുന്നത് വൈതരണികളുടെ കാലമായിരുന്നു.
പ്രക്ഷുബ്ധമായിരുന്നു പലപ്പോഴും അന്തരീക്ഷം. വാക്തർക്കങ്ങൾ ഉണ്ടായി പല വിഷയങ്ങളിലും. പക്ഷെ അതിലൊന്നും ആലിക്കുട്ടി ഉസ്താദ് ആരെങ്കിലും പേരെടുത്ത് വിമർശിക്കുന്നത് നമ്മൾ കേട്ടില്ല. ആരെയും തന്റെ നാവ് കൊണ്ട് മുറിവേൽപ്പിക്കുന്നത് നമ്മൾ കണ്ടില്ല. ജറാഹത്തു സിഹാമി ലഹൽ തിആമു വലാ യൽതാമു മാ ജറഹൽ ലിസാനു. മഹാന്മാര് പാടിയതുപോലെ അമ്പ് കൊണ്ട് മുറിവേറ്റാൽ അത് മരുന്ന് പുരട്ടിയാൽ മതി. എന്നാൽ വലാ യൽതാമു മാ ജറഹൽ ലിസാനു, നാവുണ്ടാക്കുന്ന മുറി ഉണങ്ങാൻ പ്രയാസമാണ്. മഹാനവർകൾ ആരെയും വേദനിപ്പിച്ചില്ല. പരിധി വിട്ട ഒരു പദപ്രയോഗം നടത്തിയില്ല. സദസ്സ് കണ്ട് ലക്ഷ്യം മറന്നില്ല. ആൾക്കൂട്ടം തക്ബീർ മുഴക്കി. ഘോരഘോരം മഹാനവർകൾക്ക് തക്ബീർ മുഴക്കിയപ്പോഴും പരിധി വിട്ട ഒരു ഹർഫ് ആ നാവിൽ നിന്ന് വന്നത് നമ്മൾ കണ്ടില്ല. വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുൽ ജാഹിലൂൻ ഖാലൂ സലാമാ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിന്റെ ഒരു പരിച്ഛേദം മഹാനവർകളിൽ നമ്മൾ കാണുകയാണ്. അവിടുത്തെ കൃത്യമായ സൂക്ഷ്മത. അവസാനം അഞ്ചാമതായി അവിടുത്തെ ജീവിത വിശുദ്ധി. തന്റെ ഡ്രൈവറായ ചീരോത്ത് കുഞ്ഞു മുഹമ്മദ് ഉസ്താദ് നാണി എന്ന് നീട്ടി വിളിക്കാറുള്ള തന്റെ ഡ്രൈവർ ഉസ്താദിനെ അനുസ്മരിച്ചുകൊണ്ട് വിതുമ്പിയത് നമ്മൾ കണ്ടു. മഹാനവർകൾ പറഞ്ഞു, പല സ്ഥലങ്ങളിലും പരിപാടിക്ക് പോകും, ഉസ്താദിന് റൂമുണ്ടാവും. ആ റൂമിൽ ഉസ്താദ് കട്ടിലിൽ കയറി കിടക്കുമ്പോ നാണി എന്ന ഡ്രൈവറാകുന്ന ഞാൻ നിലത്ത് കിടക്കുന്നത് ഉസ്താദ് ഇഷ്ടപ്പെടില്ല. ഉസ്താദ് എന്നെ വിളിച്ച് കട്ടിലിൽ കിടത്തും. കട്ടിലിൽ കിടക്കാൻ സ്ഥലമില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും നിലത്ത് കിടക്കും. അങ്ങനെയാണ് എന്റെ ജീവിതകാലം, എന്റെ 10 കൊല്ലം ഞാൻ ഉസ്താദിനൊന്നിച്ച് കഴിച്ചു കൂട്ടിയത്. ഒരു മനുഷ്യൻ തന്റെ രഹസ്യ അറയിൽ, തന്റെ റൂമിൽ മറ്റൊരാളെ പങ്കു ചേർക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവന്റെ പരിശുദ്ധിയാണ്. ഞാൻ തന്നെ ഇത് കേട്ടിട്ട് ആലോചിച്ചു, എവിടെയെങ്കിലും ഒരു പരിപാടിക്ക് പോയാൽ എന്റെ കൂടെ ഒരു ഡ്രൈവർ ഉണ്ടെന്നിരിക്കട്ടെ, ഞാൻ ആഗ്രഹിക്കുക അവൻ വേറെ റൂമിൽ പോയിക്കോട്ടെ, എന്റെ സ്വകാര്യതയിലേക്ക് അവൻ വരണ്ട എന്നാണ്. എന്നാൽ ഉസ്താദിനെ നമ്മൾ പഠിച്ചത്, തന്റെ പ്രിയപ്പെട്ട ഡ്രൈവർ അപ്പുറത്തെ റൂമിലാണെങ്കിൽ ഉസ്താദ് വിളിക്കും, നാണി ഇജ്ജ് അവിടെ കിടക്കല്ലടാ, ഇങ്ങോട്ട് വാ എന്ന് പറയും. കട്ടിലിൽ സ്ഥലമുണ്ടെങ്കിൽ ഉസ്താദിന്റെ കൂടെ ചേർത്ത് കിടത്തും. കട്ടിലിൽ സ്ഥലമില്ലെങ്കിൽ രണ്ടുപേരും ഒന്നിച്ച് നിലത്ത് കിടക്കും. ഒരു മനുഷ്യന്റെ പരിശുദ്ധിയുടെ അടയാളമാണത്. 13 കൊല്ലക്കാലം നാണി എന്ന ചീരോത്ത് മുഹമ്മദ് പറയാണ്, 13 കൊല്ലം ഞാൻ ഉസ്താദിന്റെ കൂടെ സേവനം ചെയ്തു. പക്ഷെ ഒരിക്കൽ പോലും എന്നോട് അവിടുന്ന് മുഖം കറുപ്പിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, മുഖം കറുപ്പിച്ചൊരു വാക്ക് പറഞ്ഞില്ല. ഞാൻ ഓർക്കുകയാണ്, അനസ് ഇബ്നു മാലിക് എന്ന 8 വയസ്സുകാരനെ 10 കൊല്ലം അള്ളാഹുവിന്റെ ഹബീബായ അനസ് തങ്ങൾ തന്റെ നേതാവിനെ പരിചയപ്പെടുത്തുന്ന ഒരു വാക്ക് സഹീഹുൽ ബുഖാരിയിലുണ്ട്. അത് പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്ക് നിർത്തുകയാണ്. മഹാനായ അനസ് തങ്ങൾ പറഞ്ഞു, മാ മസിസ്തു ദീബാജൻ വലാ ഹരീറൻ അല്യന മിൻ കഫി റസൂലില്ലാഹ്. കട്ടിയുള്ളതോ മാർദ്ദവമുള്ളതോ ആയ ഒരു പട്ടും അല്ലാഹുവിന്റെ ഹബീബോളം മിനുസമുള്ള അവിടുത്തെ കൈയോളം മാർദ്ദവമുള്ള ഒരു പട്ടും ഞാൻ എന്റെ കൈകൊണ്ട് തൊട്ടിട്ടില്ല. അവിടുത്തെ ശരീരത്തെക്കാൾ വാസനയുള്ള ഒരു വാസനയും ഞാൻ ആസ്വദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഫമാ ഖാല ലീ ഖത്തു ഉഫിൻ, 10 കൊല്ലത്തിനടുത്ത് ഒരിക്കൽ പോലും എന്നോട് ഛേ എന്നൊരു വാക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല. വലാ ഖാല ലി ഷൈഇൻ ഫഅൽതു ലിമ ഫഅൽത, ഞാൻ ചെയ്ത ഒരു കാര്യത്തെ ചൂണ്ടിയിട്ട് എന്തിനങ്ങനെ ചെയ്തടാ എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. വലാ ലി ഷൈഇൻ ലം അഫ്അൽഹു അലാ ഫഅൽത കദാ, നിനക്ക് അങ്ങനെ ചെയ്തുടായിരുന്നടാ എന്ന് ഞാൻ ചെയ്ത ഒരു കാര്യത്തെ ചൂണ്ടിയിട്ട് അവിടുന്ന് പറഞ്ഞിട്ടില്ല. ആ സ്വഭാവത്തിന്റെ ഒരംശം അങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവത്തിന്റെ ചില ലക്ഷണങ്ങൾ ഉസ്താദ് അവർകളിൽ നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെയാണ് അണമുറിയാത്ത പ്രവാഹമായി തിരൂർക്കാട് എന്ന് പറയുന്ന ചെറിയ പട്ടണത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ജനം പാതിരാത്രിയിൽ മഴയെ അവഗണിച്ചുകൊണ്ട് ഒഴുകിയെത്തിയത്. 70 തവണ നിസ്കരിച്ചു. മഹാനായ സയ്യിദ് സ്വാദിഖ് അലി തങ്ങൾ തുടങ്ങി മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളിൽ അവസാനിക്കുന്ന 70-ൽ പരം നമസ്കാരങ്ങൾ, അതിലൊക്കെയും അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് പറഞ്ഞവരുടെ കണ്ടമിടറിയിട്ടുണ്ടാവും. അത് വെറുതെ ആവില്ല. അല്ലാഹു മഹാനവർകളുടെ കൂടെ നാളെ ജന്നാത്തുൻ
ജന്നാത്തുൻ നഈമിൽ നമ്മളെയും ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. നല്ല പകരക്കാരനെ കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഖാദിമീങ്ങളായ നമ്മളെല്ലാവരെയും അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ. നമ്മുടെ ജംഇയ്യത്തിന് അല്ലാഹു ശക്തി പകരട്ടെ. അതിനിടയിൽ എവിടെയോ വല്ല അപസ്വരങ്ങളോ അസ്വസ്ഥതകളോ ഉയർന്നു വന്നാൽ അത് കേൾക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാത്തവരാണ് നമ്മൾ. അവിടെ ഐക്യവും സന്തോഷവും സമാധാനവും നമ്മുടെ നേതാക്കൾക്കും സാദാത്തുക്കൾക്കും ഒക്കെ ഇടയിൽ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ മനോഹരമായ പരിപാടി സംഘടിപ്പിച്ച വയനാട് ജില്ലാ SKSF-ന്റെ സമുന്നതരായ നേതാക്കൾക്ക് സർവ്വവിധ നന്മകളും നേർന്ന് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.